HGPയുടെ മെത്തഡോളജീസ് എന്തൊക്കെയാണ് നോക്കാം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നടത്താൻ വേണ്ടി എന്തൊക്കെ മെത്തേഡുകളാണ് അപ്രോച്ച് ചെയ്യണം. സോ 2 മേജർ മെത്തേഡുകളാണ് അപ്രോച്ച് ചെയ്യണത്. ഒന്നാമത്തെ മെത്തേഡാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് അഥവാ ESTS. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജീനുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ചില ജീനുകൾ എക്സ്പ്രസ്ഡ് ആവുന്നു, ചില ജീനുകൾ എക്സ്പ്രസ്ഡ് ആവുന്നില്ല. ചില ജീനുകൾ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആവുന്നു, ചിലത് എക്സ്പ്രസ്ഡ് ആവുന്നില്ല. അങ്ങനെ എല്ലാ ജീൻസും RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടാവുന്ന എല്ലാ ജീനുകളെയും എന്ത് ചെയ്യുക? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുക. ESTS. RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജീനുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അപ്രോച്ച്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. രണ്ടാമത്തെ അപ്രോച്ചാണ് സീക്വൻസ് അനോട്ടേഷൻ. സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ദ ഹോൾ സെറ്റ് ഓഫ് ജീനോം. ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ജീനോമിനെയും ഹോൾ സെറ്റ്, എക്സ്പ്രസ്ഡ് ആവുന്നതും എക്സ്പ്രസ് ആവാത്തതും എല്ലാ സെറ്റ് ഓഫ് ജീനോമിനെയും സീക്വൻസ് ചെയ്യുക. അതാണ് സീക്വൻസ് അനോട്ടേഷൻ. അതിൽ കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും, നോൺ കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും. കോഡിങ്ങും നോൺ കോഡിങ്ങുമായിട്ടുള്ള എക്സ്പ്രസ്ഡ് ആവുന്നതും എക്സ്പ്രസ്ഡ് ആവാത്തതുമായ എല്ലാ സീക്വൻസുകളെയും എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ സീക്വൻസുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സീക്വൻസ് അനോട്ടേഷൻ. അങ്ങനെ ആ സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് അസൈൻ ചെയ്യുക ഓരോ പൊസിഷൻ. അസൈനിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ സീക്വൻസ് വിത്ത് ഫങ്ഷൻ. ഏതൊക്കെ സീക്വൻസ്, കോഡിങ് സീക്വൻസും നോൺ കോഡിങ് സീക്വൻസും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊക്കെ കറക്റ്റായിട്ട് റീജിയൻസ്, ആ റീജിയനിലാണ് ഈ സീക്വൻസ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എലോങ് വിത്ത് ഫങ്ഷൻ. അവയുടെ ഫങ്ഷനോട് കൂടി തന്നെ കോഡിങ്ങും നോൺ കോഡിങ്ങും, എക്സ്പ്രസ് ആവുന്നതും എക്സ്പ്രസ് ആവാത്തതും, അങ്ങനെ എല്ലാ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീനോമിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സീക്വൻസുകളെ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻ വരെ തിരിച്ചറിയുക. അതാണ് സീക്വൻസ് അനോട്ടേഷൻ. സോ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ സീക്വൻസ് അനോട്ടേഷൻ വെച്ച് ഫോളോ ചെയ്യുന്നു. ഒന്നുകിൽ RNA ആയിട്ട് എക്സ്പ്രസ് ആവുന്ന ജീനുകളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. രണ്ടാമത്തെ അപ്രോച്ചാണ് നമ്മുടെ ഹോൾ സെറ്റ് ഓഫ് ജീനോം കംപ്ലീറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ കോഡിങ്ങും നോൺ കോഡിങ്ങും എല്ലാം എക്സ്പ്രസ്ഡ് ആവുന്നതും എക്സ്പ്രസ്ഡ് ആവാത്തതുമായ എല്ലാ ജീനോമിലുള്ള എല്ലാ ജീനുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റേതായ റീജിയൻസ് സീക്വൻസിൽ കൊടുത്ത് അതിൻ്റെ ഫങ്ഷൻ വരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സീക്വൻസ് അനോട്ടേഷൻ. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ആ സീക്വൻസ് അനോട്ടേഷൻ? നമുക്ക് ജീനോം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ജീനോം അല്ലെങ്കിൽ ജീനോമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സീക്വൻസിങ് ഓഫ് ജീനോമിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സീക്വൻസ് അനോട്ടേഷൻ്റെ സ്റ്റെപ്പുകൾ? എന്തൊക്കെ സ്റ്റെപ്പുകളാണ് സീക്വൻസ് അനോട്ടേഷനിലുള്ളത്? ആദ്യത്തെ സ്റ്റെപ്പാണ് ടോട്ടൽ DNA ഫ്രം ദ സെൽ. നമ്മുടെ ഹ്യൂമൻ ജീനോമിലുള്ള ടോട്ടൽ DNA ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് റിലേറ്റീവ്ലി സ്മോളർ സൈസ്. എന്തിനാണ് ഈ DNA ഫ്രാഗ്മെൻറ്റിനെ ഐസൊലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് മാറ്റുന്നത്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് DNA എന്ന് പറയുന്നത് വലിയൊരു ലോങ് പോളിമറാണ്. ആ വലിയ ലോങ് പോളിമറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സീക്വൻസുകൾ അനോട്ടേഷൻ നടത്താൻ അല്ലെങ്കിൽ ആ സീക്വൻസിൻ്റെ കറക്റ്റ് ഫങ്ഷൻ, ഈ സീക്വൻസുകളൊക്കെ കറക്റ്റ് പൊസിഷനിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത്രയും വലിയൊരു ലോങ് പോളിമറാണ് DNA. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ DNAനെ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അതിനെ ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. റിലേറ്റീവ്ലി സ്മോളർ സൈസിലുള്ള ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഈ ടോട്ടൽ DNA കണ്ടെയ്നറിനെ ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ ഈ കിട്ടിയ ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകൾ എന്ത് ചെയ്യണം? ദീസ് ഫ്രാഗ്മെൻറ്റുകൾ നമ്മളിന്ന് ക്ലോൺ ചെയ്തെടുക്കുക. സോ ക്ലോൺ ചെയ്തത് എവിടെയാണ്? സ്യൂട്ടബിൾ ഹോസ്റ്റ്. നമ്മൾ എടുക്കുന്ന ആ DNA ഫ്രാഗ്മെൻറ്റുകളെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിൽ വെച്ച് ക്ലോൺ ചെയ്യുക. ക്ലോൺ ചെയ്യാൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കോപ്പികൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുക. സ്യൂട്ടബിൾ ഹോസ്റ്റ്, ആ സ്യൂട്ടബിൾ ഹോസ്റ്റിൽ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിനൊരു കാരിയറിൻ്റെ ആവശ്യമാണ്. അതാണ് വെക്റ്റേഴ്സ്. യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്റ്റർ. ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിൽ അതിനെ ക്ലോൺ ചെയ്തെടുക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെക്റ്റർ, ആ ഹോസ്റ്റിനെ അതിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ സഹായിക്കുന്ന വെക്റ്ററുകൾ വേണം. സോ സ്പെഷ്യലൈസ്ഡ് വെക്റ്റർ വെച്ചിട്ട് സ്പെഷ്യലൈസ്ഡ് ഹോസ്റ്റുകളിൽ അതിൻ്റെ കോപ്പി ഉണ്ടാക്കുക, ക്ലോണിങ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, ബാക്ടീരിയ ആണ് ഹോസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന വെക്റ്ററാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഈസ്റ്റ് ആണ് ഹോസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന വെക്ടറാണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. സോ ബാക്ടീരിയ, ഈസ്റ്റ് പോലത്തെ സെല്ലുകളിൽ ഈ പറഞ്ഞ
ഫ്രാഗ്മെൻറ്റുകൾ DNA കട്ട് ചെയ്ത റിലേറ്റീവ്ലി സ്മോളർ സൈസുള്ള ഫ്രാഗ്മെൻറ്റുകളെ ഈ പറഞ്ഞ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിലിട്ട് ക്ലോൺ ചെയ്യുക. അതിന് ബാക്ടീരിയയിലാണെങ്കിൽ ബാക്ടീരിയയിൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ ഈസ്റ്റിലാണെങ്കിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകൾ കിട്ടിയിട്ട് അതിനെ ക്ലോൺ ചെയ്യാൻ തന്നെ അതിൻ്റെ കോപ്പികൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ നടത്തും. ആ ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകൾ ആംപ്ലിഫൈ ചെയ്തു ഒരുപാട് 10 മടങ്ങായിട്ട് വരും. ആംപ്ലിഫിക്കേഷൻ ഓഫ് ഈച്ച് പീസ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്. ഇങ്ങനെ ഷോർട്ട് സൈസിലുള്ള റിലേറ്റീവ്ലി സ്മോളർ സൈസുള്ള DNA ഫ്രാഗ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുന്നു, ഒരുപാട് എണ്ണം കൂടുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാവുക? അങ്ങനെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു സീക്വൻസ്. അതിന് സുഖമായിട്ട് ആ ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ആ സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ 2 സ്റ്റെപ്പുകൾ. ഇനിയുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ടോട്ടൽ DNA സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ DNA അത്രയും ലോങ് പോളിമർ ആയതുകൊണ്ട് അതിനെ ഫ്രാഗ്മെൻ്റ് ആക്കുക, റിലേറ്റീവ്ലി സ്മോളർ സൈസുള്ള ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കുക. അതിനുശേഷം ഈ ഫ്രാഗ്മെൻറ്റുകളെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വെക്ടറിൻ്റെ സഹായത്തോടു കൂടി അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുക, ക്ലോണിങ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഒരുപാട് ചെറിയ ഫ്രാഗ്മെൻറ്റുകളെ ആംപ്ലിഫൈഡ് കോപ്പി 10 മടങ്ങ് വർദ്ധിച്ച ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞാൽ ഓരോ പീസ് ഓഫ് DNAയുടെയും ഫ്രാഗ്മെൻറ്റിൻ്റെയും കോപ്പി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് ആ ഫ്രാഗ്മെൻറ്റുകൾ ഈസി ആയിട്ട് സീക്വൻസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്സാണ് സീക്വൻസ് അനോട്ടേഷനിൽ. ഈ നമ്മൾ റിലേറ്റീവ്ലി സ്മോളർ സൈസ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ സീക്വൻസ് ചെയ്യണം. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ ദെൻ സീക്വൻസ്ഡ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ. ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ വേണം. നമുക്ക് മനുഷ്യന്മാർക്ക് ഇത്രയും അധികം ഫ്രാഗ്മെൻറ്റുകളെ സീക്വൻസ് ചെയ്യാൻ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. സോ അങ്ങനെ കിട്ടിയ ആ റിലേറ്റീവ് ഷോർട്ട് സൈസുള്ള ഫ്രാഗ്മെൻറ്റുകൾ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഹോസ്റ്റിലിട്ട് വെക്ടറിൻ്റെ സഹായത്തോടു കൂടി ക്ലോൺ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത ആ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സീക്വൻസർ, ഓട്ടോമേറ്റഡ് DNA സീക്വൻസറിലിട്ട് അതിനെ സീക്വൻസ് ചെയ്യുന്നു. അത് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ്. ഏത് മെത്തേഡ്? ഫ്രെഡറിക് സാങ്കർ ആണ് ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഈ ഫ്രെഡറിക് സാങ്കർ തന്നെയാണ് അമിനോ ആസിഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മെത്തേഡും കൊണ്ടുവന്നത്. സോ ഓട്ടോമേറ്റഡ് DNA ഫ്രെഡറിക് സാങ്കർ ഡെവലപ്പ് ചെയ്ത ഓട്ടോമേറ്റഡ് DNA സീക്വൻസ്, ആ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ഫ്രെഡറിക് സാങ്കറാണ്. ആ മെത്തേഡിലൂടെ ഓട്ടോമേറ്റഡ് DNA സീക്വൻസറിലൂടെ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ആ മൾട്ടിപ്ലൈ ചെയ്ത കോപ്പി ചെയ്ത ഫ്രാഗ്മെൻറ്റുകളെ സീക്വൻസ് ചെയ്തെടുക്കുന്നു. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദീ സീക്വൻസസ് വെർ ദെൻ അറേഞ്ച്ഡ്. സോ ഓട്ടോമേറ്റഡ് DNA സീക്വൻസറിൽ ഇപ്പോൾ അത് സീക്വൻസ്ഡ് ആയിട്ടുണ്ട്. ഈ സീക്വൻസുകളെ ദെൻ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് certain overlapping regions present in. ഈ കിട്ടിയ സീക്വൻസുകളെ അവരുടെ ഓവർലാപ്പിംഗ് റീജിയൻ വെച്ചിട്ട് ചില സീക്വൻസുകൾ കണ്ടാൽ തന്നെ ആ ഇന്ന റീജിയനുമായിട്ട് ഓവർലാപ്പിംഗ് ചെയ്യുന്നതാണ്. അങ്ങനെ അവർ ഓവർലാപ്പിംഗ് റീജിയൻസ് അനുസരിച്ച് ഈ സീക്വൻസുകളെ അറേഞ്ച് ചെയ്യുന്നു, അതിന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നു. സോ ഇതിനു വേണ്ടി ഒരുപാട് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സോ ഇറ്റ്സ് റിക്വയർഡ് ജനറേഷൻ ഓഫ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഫോർ സീക്വൻസിങ്. സോ ഈ സീക്വൻസുകൾ ഓവർലാപ്പിംഗ് റീജിയൻസ് ഉള്ളതാണെങ്കിൽ ഈസി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് അതിന് കറക്റ്റായിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസിങ് സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം. ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയതുകൊണ്ട് ഇത്രയും വലിയ ഡാറ്റേനെ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം വഴി ഈ സീക്വൻസുകളെ അലൈൻ ചെയ്യുന്നു. അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അതിൻ്റെ കറക്റ്റ് സീക്വൻസുകളെ അതാത് ഓർഡറിൽ അതിനെ അലൈൻ ചെയ്തിരുന്നു യൂസിങ് സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമുകൾ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സീക്വൻസുകളെ അലൈൻ ചെയ്തതിന് ശേഷം സബ്സീക്വൻ്റ്ലി അതിനെ അനോട്ടേഷൻ, ഈ സീക്വൻസ് എന്ത് സീക്വൻസാണ് അതിൻ്റെ ഫങ്ഷൻ, അത് അനോട്ടേഷൻ നടക്കുന്നു. അതുപോലെ ആ സീക്വൻസുകളെ അസൈൻ ചെയ്യുന്നു ടു റെസ്പെക്റ്റീവ് ക്രോമസോം. ഇത് ഏത് ക്രോമസോമിലുള്ള സീക്വൻസുകളാണ് എന്ന് അസൈൻ ചെയ്യുന്നു, ആ സീക്വൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ലാസ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഈ പറഞ്ഞ ജീനോമിൻ്റെ സീക്വൻസുകൾ അനോട്ടേഷൻ നടത്തിയത് ക്രോമസോം നമ്പർ 1-ലാണ്. ലാസ്റ്റ് സീക്വൻസ് അനോട്ടേഷൻ നടത്തിയത് ക്രോമസോം നമ്പർ 1-ലാണ്. അത് മെയ് 2006 ആ സീക്വൻസിങ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇതിൻ്റെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ ഒരു ചാലഞ്ചിങ് ടാസ്ക് എന്ന് പറയുന്നത് ടു അസൈൻ എ ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ഓഫ് ജീനോം. ഒരു ജെനറ്റിക് അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ്, കംപ്ലീറ്റ് ജീനോമിൻ്റെ ജെനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് എങ്ങനെയാണ് അസൈൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ
ടാസ്ക് തന്നെയാണ്. സോ അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ഓഫ് ജീനോമിൻ്റെ ജനറ്റിക് അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യൂസിങ് ഇൻഫർമേഷൻ ഓൺ പോളിമോർഫിസം ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് റെക്കഗ്നേഷൻ സൈറ്റ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞത് ഒരു എൻസൈമാണ്. ഒരു DNA-യുടെ സൈറ്റിൽ പോയിട്ട് ആ DNA-യുടെ ആ ഫ്രാഗ്മെൻറ്റിൽ പോയിട്ട് അതിനെ കറക്റ്റ് സൈറ്റിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പോയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ കഴിവുള്ള എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് കറക്റ്റായിട്ട് ആ പെർട്ടിക്കുലർ സീക്വൻസുകളെ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റുകളെ ബേസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇതാണ്. സോ അങ്ങനെയുള്ള ആ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ പോളിമോർഫിസം, വിവിധ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ പോളിമോർഫിസം ഓഫ് റെക്കഗ്നേഷൻ സൈറ്റ്. അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് DNA, പെർട്ടിക്കുലർ DNAകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചില പെർട്ടിക്കുലർ സെഗ്മെൻറ്റുകൾ വരും. അങ്ങനെ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസുകൾ, അതായത് അവരെ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയും. സോ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വരുന്ന DNA സീക്വൻസുകൾ, അതായത് മൈക്രോ സാറ്റലൈറ്റ്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം സ്പെസിഫിക് റെക്കഗ്നേഷൻ സൈറ്റിൽ പോയി കട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസേഴ്സ് പോലെയുള്ള എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിൻ്റെ പോളിമോർഫിസം ഒരുപാട് സഹായിച്ചു ഇങ്ങനെ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ഓഫ് ജീനോം ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ആ ജീനുകളുടെ മാപ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ഓവർലാപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു ചാലഞ്ചിങ് ടാസ്ക് ആയിട്ട് കൂടി ഈ പറഞ്ഞ പോളിമോർഫിസം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പോളിമോർഫിസം റെക്കഗ്നേഷൻ സൈറ്റിനുള്ള ആ പോളിമോർഫിസത്തിലൂടെയും അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും അതുപോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള DNA മൈക്രോ സാറ്റലൈറ്റിന് എബിലിറ്റി കൂടിയും ഈ പറഞ്ഞ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ജീനോമിൻ്റെ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അസൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഒരു സീക്വൻസ് അനോട്ടേഷൻ ജീനോം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞ സീക്വൻസ് അനോട്ടേഷൻ. അതിൽ നമ്മൾ പറഞ്ഞ ആദ്യം കംപ്ലീറ്റ് ആ ഹ്യൂമൻ ജീനോമിലെ ആ സെല്ലിലുള്ള കംപ്ലീറ്റ് DNA ഐസൊലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ DNA ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകളായിട്ട് സ്മോളർ സൈസുള്ള ഫ്രാഗ്മെൻറ്റുകളാക്കുന്നു. ആ ഫ്രാഗ്മെൻറ്റുകളെ അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോസ്റ്റിൽ അതിൻ്റെ വെക്ടറിൻ്റെ സഹായത്തോട് വിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോപ്പി ചെയ്യുന്നു. അത് ക്ലോണിങ് ചെയ്യുന്നു, ഒരുപാട് അതിൻ്റെ എമൗണ്ട് കൂട്ടിയെടുക്കുന്നു. അങ്ങനെ കിട്ടിയ ആ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ കിട്ടിയ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ സീക്വൻസ് ചെയ്യുന്നു. ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ ഫ്രെഡറിക് സാങ്കർ ഡെവലപ്പ് ചെയ്തെടുത്ത അദ്ദേഹത്തിൻ്റെ ആ മെത്തേഡ് ഓഫ് പ്രിൻസിപ്പിൾ പ്രകാരം ഡെവലപ്പ് ചെയ്ത ഓട്ടോമേറ്റഡ് DNA സീക്വൻസറിൽ വെച്ച് ഈ ഫ്രാഗ്മെൻറ്റുകളെ സീക്വൻസ് ചെയ്യുന്നു. അതിനുശേഷം ഈ സീക്വൻസുകളെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൺ ഓവർലാപ്പിംഗ്, അതിൻ്റെ ഓവർലാപ്പിംഗ് റീജിയൻ അനുസരിച്ച് ഈ കിട്ടിയ സീക്വൻസുകളെ അറേഞ്ച് ചെയ്യുന്നു, കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി ഈ സീക്വൻസുകളെ അറേഞ്ച് ചെയ്ത് അലൈൻ ചെയ്യുന്നു, എവിടെയാണെന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷമാണ് ഈ സീക്വൻസുകൾ ഏത് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ഫംഗ്ഷനൊക്കെ അനോട്ടേഷൻ നടക്കുന്നത്. സോ സീക്വൻസസ് വേർ സബ്സീക്വൻ്റ്ലി അനോട്ട് ചെയ്യുന്നു. അതുപോലെ അസൈൻ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഈച്ച് ക്രോമസോമിൽ കറക്റ്റായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നു. ലാസ്റ്റ് അനോട്ടേഷൻ നടന്നത് നമ്മൾ പറഞ്ഞു ക്രോമസോം 1-ലാണ്, മെയ് 2006-ലാണത് കംപ്ലീറ്റ് ചെയ്തത്. സോ ഒരു ഫിസിക്കൽ അതുപോലെ തന്നെ ജനറ്റിക് മാപ്പ് ജീനോമിൻ്റെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ വേറെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പോളിമോർഫിസം എന്തിൻ്റെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൽ വരുന്ന പോളിമോർഫിസവും അതുവഴിയും അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കറിയാം, അതുവഴിയും അതുപോലെ നമ്മുടെ റെപ്പിറ്റേറ്റീവ് DNA സീക്വൻസുകൾ അതായത് മൈക്രോ സാറ്റലൈറ്റിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ജീനോമിൻ്റെ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് അസൈൻ ചെയ്യാനും സാധിച്ചു.